നല്ലൊരു അറ്റംപ്റ്റ് കേട്ടോ. എനിക്ക് ഒരു വെറൈറ്റി ഇതുപോലെ സംവിധായകന്റെ തലയിൽ ഇങ്ങനെ ഇത് കയറണമെങ്കിലേ അന്യായ കേസായിരിക്കും. എന്ന് വെച്ചാൽ നമ്മളൊന്നും വിചാരിക്കാത്ത ഒരു ഇതാണ് വന്നിരിക്കുന്നത്. ഒരു എക്സ്പീരിയൻസ് കിട്ടിയേക്കുന്നത്. ഇങ്ങനെയൊന്നും അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഭയങ്കര ഒരു സംവിധായകന്റെ ബ്രില്യൻറ്റ്, അതാണ് പുള്ളിയുടെ മനസ്സിലുള്ളത്. പുള്ളി എടുത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. രജീഷ് അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു അറ്റംപ്റ്റ് എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി അറ്റംപ്റ്റ്. രജീഷ് വെറൈറ്റി. ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചു. പക്ഷെ എന്നാലും അതിൻ്റെ ഒക്കെ മുകളിലേക്ക് പടം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സംവിധായകന്റെ ബ്രില്യൻറ്റ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അത്ര അടിപൊളി കിട്ടിയിട്ടില്ല. മാറ്റി മറിക്കും. കാരണം ഒരു 2046 ഇങ്ങനെയൊക്കെ എടുക്കാന്ന് വെച്ചാലേ നമ്മളൊക്കെ പ്രതീക്ഷിച്ച വേറൊരു രീതിയിലൊക്കെയല്ല പല പടങ്ങളും കണ്ടിട്ടുള്ളൂ. ഇത് അങ്ങനെയല്ല. ഇത് വേറെ രീതിയിൽ കലക്കി കുഴുക്കി പുള്ളി നല്ലപോലെ എടുത്തിട്ടുണ്ട്. നല്ല ഒരു സംവിധായകന്റെ തന്നെ കഴിവ്, വേറെ ഒന്നും പറയാനില്ല അതിനെപ്പറ്റി. ഭയങ്കര നന്നായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ്. ഭയങ്കര എല്ലാവരും പെർഫോമൻസ് എല്ലാവരും ഭയങ്കര. ജഗദീഷ് ചേട്ടനാണെങ്കിലും രജീഷ് ആണെങ്കിലും ബാക്കി വന്ന എല്ലാവരും, നന്ദു ചേട്ടനൊക്കെ ഒരു രക്ഷയില്ല. ദിവ്യപ്രഭ എവരിവൺ അടിപൊളിയാണ്. തീർച്ചയായിട്ടും വേൾഡ് വാസ് അമേസിങ്. യൂണിവേഴ്സ് എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഏരിയയും ഭയങ്കരമായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാം കണ്ടിരിക്കാൻ അങ്ങനെ തോന്നും. ആൻഡ് കഥയും ഭയങ്കര അടിപൊളിയാണ്. അതൊന്നും അറിയില്ല, പക്ഷെ എല്ലാവരും കണ്ടു നോക്കും. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അടിപൊളിയാണ്, വെറൈറ്റിയാണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണല്ലോ. ഇങ്ങനെ അങ്ങനെ ചോദിച്ചാൽ അറിയില്ല. അതെ, ഭയങ്കര വെറൈറ്റി ഫ്യൂച്ചറിസ്റ്റിക് ആണല്ലോ. ഇങ്ങനെ എൻഗേജിങ് ആയിരുന്നു. നോക്കിയായിരുന്നു. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ. കൃഷാന്തിന്റെ ഇമാജിനേഷൻ ഓഫ് 2046 ആണ്. ഐ ഡോണ്ട് തിങ്ക് ഇങ്ങനത്തെ ഒരു ജോണറിലെ ഒരു സിനിമ ഇതുവരെ വന്നിട്ടുണ്ട്. കൊച്ചി 2046 എങ്ങനെയായിരിക്കും എന്നൊക്കെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ലൈക്ക് അടിപൊളി പരിപാടികളാണ്. ടെക്നിക്കാലിറ്റി പെർഫെക്റ്റ് ആണ്. ഐ തിങ്ക് കൃഷാന്ത് ഇൻ ടേംസ് ഓഫ് ടെക്നിക്കാലിറ്റി മറ്റേ അൺമാച്ച്ഡ് ആണ്. അതിന് എല്ലാവരും, സിനിമാറ്റോഗ്രാഫർ പ്രയാഗ്, മ്യൂസിക് ഡയറക്ടർ വർക്കി, ആൽവിൻ, ആർട്ട് വർക്ക്, ദിവ്യയുടെ കോസ്റ്റ്യൂംസ്, എവറിഥിങ് ആസ് ബെസ്റ്റ് ആസ് പോസിബിൾ ഡെലിവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. മറ്റേ ഇങ്ങനെ ആവണമെന്നൊന്നുമില്ലല്ലോ. ഫ്യൂച്ചർ ചിലപ്പോൾ ഇങ്ങനെ ആവാലോ. അപ്പൊ ഒന്ന് വന്ന് കണ്ടു നോക്ക്. നിങ്ങളൊന്ന് ടിക്കറ്റ് എടുക്ക്, ഇഷ്ടപ്പെടും. അത് കാണുന്ന ആൾക്കാരല്ലേ പറയട്ടെ, ഞാനിങ്ങനെ പറയട്ടെ. അത് അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ എല്ലാവരും ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളെല്ലാവരും കണ്ടില്ല. എന്തായാലും ഫസ്റ്റ് വാച്ച് പടം എന്ന് പറയുന്നതൊന്നുമില്ലേ. ഉറപ്പായിട്ട് ഇത് എല്ലാവരും ഈ പടം കണ്ട് വേറൊരു മൂഡിൽ പടം വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ടുണ്ട്. അതിനുള്ള മുന്നോടിയായിട്ട് നമുക്ക് പലതും വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ സാറിന്റെ വിഷയം പോലെ വന്നാലോ. അപ്പോൾ അത് മിസ് ചെയ്യരുത്. സാർ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു എന്ന് ഈ പടം കണ്ടാലല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് സിനിമയാണ്. നമ്മൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സിനിമയാണ്. കാരണം ഒരു 2045 നടക്കുന്ന ഒരു ടൈപ്പ് മലയാളത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഗഗനചാരിയുടെ മേക്കേഴ്സാണ് ഇതിന് പുറകിൽ. പിന്നെ ഡയറക്ടർ കൃഷാന്ത്. അപ്പോൾ ആ ഒരു ക്രൂയിൽ നിന്ന് വരുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഔട്ട് ഓഫ് ദി ബോക്സ്, നമ്മൾ നോർമൽ മൂവി ആയിരിക്കില്ല എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇത് നമ്മൾ ഒരു ഭാവിയിൽ നടക്കാൻ പോകുന്ന വലിയൊരു ക്രൈമിന് നമ്മളിപ്പോൾ തന്നെ അതിന് ചെറിയ സൂചനകൾ നമുക്കിപ്പം കാണുന്നുണ്ട്. AI യൂസ് ചെയ്തിട്ടുള്ള പിന്നെ ഡീപ്പ് ഫേക്ക്, അതായത് നമ്മുടെ ഇമേജ് വെച്ചിട്ട് നമ്മുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പോൾ തന്നെ എളുപ്പമായിട്ടുണ്ട്. അപ്പോൾ 2045 പോകുമ്പോൾ നമ്മുടെ ക്രൈമുകൾ, സൈബർ ക്രൈമുകളൊക്കെ ഏത് ലെവലിലേക്ക് മാറുന്നുള്ള ഒരു വിഷനാണ് അത് കൃഷാന്തിൻ്റെ. വളരെ സിനിമ എൻ്റർടൈനിങ് ആണെങ്കിൽ ഇതിൽ ഉദ്ദേശിക്കുന്ന സംഭവം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഓൺലൈൻ മീഡിയകൾ, അതുപോലെ തന്നെ മീഡിയകളുടെ ഒരു ലിമിറ്റ്, പ്രൈവസിയുടെ ഏത് ലെവൽ വരെ വീഡിയോയ്ക്ക് പോകാൻ പറ്റും എന്നുള്ള ഒരു ലിമിറ്റിന് വളരെ ശക്തമായിട്ട് തന്നെ ഈ സിനിമ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു ഫോർത്ത് വാൾ ബ്രേക്കിംഗ് എന്ന് പറയാം. നമ്മൾ ആ സിനിമയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഈ ഒരു ഗെയിമിൽ കയറിയിട്ട് ആക്ച്വലി നമ്മളെയും ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ക്ലൈമാക്സ്. ഗംഭീരമായ ബ്രില്യൻ്റ് ആയുള്ള സ്ക്രിപ്റ്റാണ്. പിന്നെ ഈ ഒരു വെറൈറ്റി സാധനം അറ്റംപ്റ്റ് ചെയ്യാൻ തന്നെ ഒരു ധൈര്യം വേണം. കാരണം സാധാരണ നമ്മുടെ നോർമൽ പടങ്ങളുടെ ഒരു സംഭവമല്ല. അത് കൃഷാന്ത് ആവാസ വ്യൂഹം മുതൽ ഇപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് സോണിയിൽ ഇറങ്ങിയ പിന്നെ ക്രോണിക്കിൾസ് ഓഫ് 4.5 ഗ്യാങ് എന്നുള്ള സീരീസ് ഉണ്ട്. അതുവരെ അദ്ദേഹം മേക്കിങ്ങിൽ പുലർത്തി വന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ ലെവലിൽ അതിന് മേലേക്ക് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെയാണ് നമുക്ക് കൃഷാന്ത് മോഹൻലാൽ പടം ഒരുപാട് കാലമായിട്ട് പറഞ്ഞേക്കുന്നുണ്ട്. ലാലേട്ടൻ ഇങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റും സംഭവങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഗംഭീര സംഭവമായിരിക്കും. അത് കൃഷാന്തിന് ലാലേട്ടൻ ഉടനെ തന്നെ ഈ ഡേറ്റ് കൊടുക്കണമെന്ന് ഒരു ഫാൻ എന്ന രീതിയിൽ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്.
അതുപോലെ തന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരി അദ്ദേഹത്തിൻ്റെ രീതിയിൽ ചെയ്തു. ആ ഒരു ഈ ഒരു നമ്മുടെ ഒരു ജനറേഷനിലെ ഒരു കണ്ടംപററി ഫിലിം മേക്കേഴ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേക്കറാണ് കൃഷാന്ത്. കാരണം ഒരു വളരെ ചെറിയ ബഡ്ജറ്റ് എന്ന് പറയുന്ന രീതി, പക്ഷേ ഇതിൻ്റെ അകത്തുള്ള VFX സംഭവങ്ങളൊക്കെ അന്യായ ലെവലാണ്. അങ്ങനെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലൊന്നുമല്ല, നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ആ ഒരു ഈ പറഞ്ഞ പോലെ തന്നെയാണ് ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്. പിന്നെ അങ്ങനെ പറയുമ്പോൾ വളരെ വളരെ ഭയങ്കരമായിട്ട് ബുദ്ധി ഉപയോഗിച്ച് കാണേണ്ട സിനിമ, വളരെ എൻ്റർടൈനിങ്ങും ഫണ്ണാണ് ഈ സിനിമ. പിന്നെ ലാംഗ്വേജ് അതൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനൊരു അഡൽട്ട് ഓൺലി സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അതൊരു തീർത്തും വൾഗറായുള്ള രീതിയിലല്ല. എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആണ്. രജിഷ മെയിൻ ലീഡായിട്ട് ഗംഭീര പെർഫോമൻസ് ആണ്. പിന്നെ കൃഷാന്തിൻ്റെ സ്ഥിരം ഗ്യാങ് ഉണ്ട്, വിഷ്ണു അഗസ്യ, അദ്ദേഹത്തിൻ്റെ സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന നടന്മാരെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. അവരൊക്കെ അതിഗംഭീരമായിട്ട് സിനിമക്കകത്ത് വന്നിട്ടുണ്ട്. സിനി ഫൈൽസിന് സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് തന്നെയാണ് ഈ സിനിമ.